യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ലൂക്ക 23:34. ഈ നോമ്പുകാലത്ത് ഈശോയുടെ പീഡാനുഭവ രംഗങ്ങളിലൂടെ നാം ഒരു തീർത്ഥയാത്രയായി കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം ക്ഷമിക്കുന്ന ഈശോയുടെ സ്നേഹമാണ്. ക്രൂശിതനായ ഈശോ എല്ലാവർക്കും വായിക്കാനുള്ള ഒരു തുറന്ന പുസ്തകമാണ്. അവിടെ നമ്മുടെ ആത്മാവിന് ആവശ്യമായവയെല്ലാം കണ്ടെത്താനാകും. കുരിശിൽ കിടന്ന് പിടയുമ്പോഴും ഈശോ പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. തന്നെ നിർദ്ധയമായി മർദ്ദിച്ച് അതിക്രൂരമായ നീചമായ ക്രൂശുമരണത്തിന് വിട്ടുകൊടുത്ത കഠിനഹൃദയരായ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ അന്ത്യസമയത്ത് പോലും തൻ്റെ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോ നമുക്ക് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃകയാകുന്നു. ഒറ്റുകാരനായ യൂദാസിന്റെ ദുഷ്ടതയും കൃതജ്ഞതയും കഠിനമായിരുന്നെങ്കിൽ ആഴപ്പെട്ട നന്മയും ക്ഷമയും ശാന്തതയുമാണ് ദിവ്യ കുഞ്ഞാടായ യേശുവിൽ നാം ദർശിക്കുന്നത്. തിന്മയുടെ കറ നിറഞ്ഞ് മലീമസമായ യൂദാസിന്റെ അധരങ്ങൾ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന പവിത്രമായ ഈശോയുടെ കവിൾത്തടത്തിൽ വഞ്ചനയുടെ ചുംബനമർപ്പിക്കാൻ ഒരുമ്പെട്ടപ്പോൾ അവിടുന്ന് മുഖം തിരിച്ചു കളഞ്ഞില്ല, കോപിച്ചില്ല. പ്രത്യുത സ്നേഹിത എന്ന സ്നേഹമസൃണമായ സംബോധനയോടെ അവന്റെ ഹൃദയത്തെ തൊട്ടുണർത്താൻ ശ്രമിക്കുകയായിരുന്നു. ഭീകരമായ പീഡനങ്ങൾക്കിടയിൽ പോലും ഒരാവലാതിയോ സ്വരക്ഷയ്ക്ക് വേണ്ടി ഒരു വാക്കോ ഉച്ചരിക്കാൻ അവിടുന്ന് തൻ്റെ വായ് തുറന്നില്ല. ശത്രുക്കളുടെ നേരെ ഭീഷണിയോ ശാപവാക്കോ ഉച്ചരിച്ചില്ല. മാധുര്യവും സ്നേഹവും നിറഞ്ഞ അനുഗ്രഹ വചസ്സുകളാണ് തന്നെ ക്രൂശിച്ചവരുടെ മേൽ അവിടുന്ന് വർഷിച്ചത്. ചിലർ പറയാറുണ്ട്, ഭൂമിയോളം ക്ഷമിച്ചെന്ന്. പക്ഷേ ക്രിസ്തു നമ്മോട് ക്ഷമിക്കുന്നതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ക്ഷമ ഒന്നുമല്ല. ഇന്നും മനുഷ്യൻ ദൈവത്തെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. എങ്കിലും ദൈവം തുടർന്നും സ്നേഹിക്കുന്നു. നിങ്ങൾ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ലെന്ന് പഠിപ്പിച്ച ഈശോയെ, ക്ഷമയെന്ന വലിയ പുണ്യം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.